നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മാജിക് മൈൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡാണ്, നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നിങ്ങൾക്ക് നേടാൻ പറ്റുമോ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഷഫിൾ ചെയ്യാം. ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ, നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്താണെന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്യൂവിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഹിഡൻ പ്രോബ്ലംസ്, നിങ്ങളുടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഫസ്റ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, മെയിനായിട്ടുള്ള ഇഷ്യൂ. രണ്ടാമത്തേത് നിങ്ങളുടെ പ്രശ്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൂന്നാമത്തേത് നിങ്ങളുടെ ഹിഡൻ പ്രോബ്ലം. നാലാമത്തെ കാർഡ് അതിന് നിങ്ങളുടെ ന്യൂ ഐഡിയാസ്, അതിൻ്റെ ചെയ്യാനുള്ള പുതിയ ഐഡിയയും പുതിയ കാര്യങ്ങളൊക്കെ. അഞ്ചാമത്തെ കാർഡ് എല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ 5 കാർഡ് എടുത്തിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ മെയിൻ ഇഷ്യൂ, രണ്ടാമത്തെ ഈ എന്ത് ഇഷ്യൂ ആണെന്നുള്ളത്, മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഹിഡൻ പ്രോബ്ലം, നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചെയ്യാനുള്ള ഐഡിയയും കാര്യങ്ങളും, അഞ്ചാമത്തെ എന്ന് പറയുവാണെങ്കിൽ ഓവറായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് എന്താണെന്നുള്ള കാര്യമാണ് അത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇഷ്യൂസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ദ ചാരിയറ്റ് എന്ന കാർഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ മൂവ്മെൻറ്റ്, ചാരിറ്റ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ തീരുമാനങ്ങളും നമ്മുടെ ആക്ഷനും കാര്യങ്ങളും, നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സ്ലോ ആയിരിക്കാം. അതായിരിക്കാം നമ്മുടെ ഇഷ്യൂ, അതാണ് നമ്മുടെ ഇഷ്യൂ. നമ്മൾ ഒരു ജേണി ആഗ്രഹിക്കുന്ന ഒരു വേഗതയിലേക്ക്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെങ്കിൽ അതൊന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു സഡനായിട്ടൊരു ആക്ഷൻ എടുക്കണം. അതാണ് അതിൻ്റെ നമ്മുടെ മെയിൻ പ്രശ്നം എന്നുള്ള കാര്യം. അതാണ് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് എന്താണ്? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, യൂണിവേഴ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് പറയുവാണെങ്കിൽ അത് 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുവാണെങ്കിൽ ഒരു വെൽത്ത് ഷെയറിങ്, റിസീവിങ്, നമുക്ക് മറ്റൊരു പൈസ കിട്ടുവാനുള്ള കാര്യം, ഒരു ഗിഫ്റ്റ് കിട്ടാൻ, നമുക്കൊരു അബണ്ടൻസ് കിട്ടാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീക്കാൻ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെങ്കിൽ നമുക്കവിടെ മൊത്തം തടസ്സങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, വെൽത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മുടെ സഡൻ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഈ 6 ഓഫ് പെൻറ്റക്കിൾസിൽ പറഞ്ഞു തരുന്നതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ കടം വർദ്ധിക്കുക എന്നൊക്കെ പറയത്തില്ല. ഇപ്പം നമ്മൾ ഈ റിസീവിങ്, ഇപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഈ കാർഡ് നോക്കുവാണെങ്കിൽ അറിയാം, ഇതിൽ ഒരാൾ നമുക്ക് പൈസ തരുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ ചിലപ്പോൾ നിങ്ങൾ ദാനം കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ദാനം കൊടുക്കുന്നത് കൂടിപ്പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്നതായിരിക്കാം. റിസീവ് ചെയ്യുന്നവരെ നമ്മൾ ആവശ്യമില്ലാതെ കൂടുതൽ കടം വാങ്ങിച്ചു വെക്കുന്നു. ഒരിക്കലും കടം ഒത്തിരി വാങ്ങിച്ചു വെക്കരുത്, അല്ലെങ്കിൽ പരിധിക്ക് അതീതമായിട്ട് നമ്മൾ കൊടുക്കരുത്. അതൊക്കെയാണ് നിങ്ങളുടെ ഈ കാർഡിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ഹിഡൻ പ്രോബ്ലംസ് എന്തെന്ന് പറയുവാണെങ്കിൽ ഇതിനകത്ത് ക്യൂൻ ഓഫ് കാർഡാണ്. നിങ്ങളുടെ ഹിഡൻ പ്രോബ്ലംസ് അതാണ്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, നിങ്ങൾ ബുദ്ധിയോടും വിവേകത്തോടെ കൂടെയും തീരുമാനം എടുക്കൂ എന്നാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാണ്ടിരിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അറിയാലോ, ബുദ്ധിയോടും വിവേകത്തോടുകൂടെയും നമ്മൾ പ്രവർത്തിക്കണം. അപ്പം ഈ ഒരു കാർഡ് നമ്മുടെ ക്വീൻ ഓഫ് സ്വേർഡ്സ്
നമ്മളോട് പറയുന്നെന്ന് പറയാം, ഫസ്റ്റ് നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യൂ, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യൂ, നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യൂ. പിന്നെ ബുദ്ധിയോടുകൂടെ ബുദ്ധിയെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് സ്വേർഡ്സ് എന്ന് പറഞ്ഞൊരു കാർഡ്. അതിലേക്ക് ക്യൂൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറയുവാണെങ്കിൽ, അപ്പം അങ്ങനെ ചെയ്യാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമ്മുടെ ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് എന്ന് പറയുവാണെങ്കിൽ ദ എംബറർ എന്ന് പറഞ്ഞൊരു കാർഡാണ്. എംബറർ എന്ന് പറയുന്ന കാർഡ് ശക്തിയുടെയും ബുദ്ധിയുടെയും ലീഡർഷിപ്പിൻ്റെയും അങ്ങനെ പല കാര്യത്തിൻ്റെ ഒക്കെ ഒരു കാർഡാണ് ദ എംബറർ എന്ന് പറയുന്ന ഒരു കാർഡ്. അപ്പം എംബറർ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവിനെ പോലെ ആകണമെന്നാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഇപ്പം ന്യൂ ഐഡിയാസ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തോ ആ കാർഡാണ് വന്നത്. അതിപ്പം നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ആഗ്രഹിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും നേടാൻ പറ്റും. എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യണം, നമ്മൾക്ക് ലീഡർ ആവണം, നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ആ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, ഒരു ഘടന ഉണ്ടാവണം. നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് അത് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും സൊല്യൂഷൻ എന്ന് പറയുവാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ പേജ് ഓഫ് കപ്സ് ആണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എല്ലാം നമുക്ക് ഒരു സൊല്യൂഷൻ, നമ്മുടെ ഐഡിയ എന്താണെന്ന്, നമ്മുടെ പുതിയ ഐഡിയയും കാര്യങ്ങളൊക്കെ എംബറർ ഐഡിയ, ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഒരു പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ്, ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ളൊരു കാർഡാണ് പേജ് ഓഫ് കപ്സ്. അതായത് കപ്സ് എന്ന് പറയുന്ന കാർഡ് പിന്നെ പ്രധാനമായിട്ടും ജലം എന്നൊരു മൂലകത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. പിന്നെ ഇതൊരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. നമ്മുടെ റിലേഷൻസ് ബൈൻഡ് ചെയ്യുക, നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടും ഡെവലപ്പ് ചെയ്യുക, ശത്രുതാ മനോഭാവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് വെക്കാണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു ചിലപ്പം പുതിയൊരു സ്നേഹത്തിനൊരു ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറയുവാണെങ്കിൽ നമ്മളൊരു സ്നേഹം നേടുന്ന ഒരു കാർഡാണ്. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കാർഡാണ്. അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇത് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് തരുന്ന ഐഡിയ എന്ന് പറയുവാണെങ്കിൽ, നിങ്ങളൊരു നിങ്ങളുടെ റിലേഷൻസ് മെച്ചപ്പെടുത്തി നിങ്ങളൊരു പുതിയ ഘടന രൂപീകരിച്ച് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒരു രാജാവിനെ പോലെ ആകണം. നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളൊരു സ്ട്രക്ചർ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ മറ്റുള്ളവർ റെസ്പെക്റ്റ് എയിം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തീരും എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും മുന്നോട്ട് ഒരു രാജാവിനെ പോലെ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു.